ചിലരുടെ നിശബ്ദതയ്ക്ക് വലിയൊരു കലാപത്തേക്കാൾ ശക്തിയുണ്ടാവും. UFC 320 അങ്ങനെയൊരു നിശബ്ദത കലാപമായി മാറുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. 12-6 എൽബോ കൊണ്ട് ആംഗ്ലേവിനെ തകർക്കുമ്പോൾ അത് ജയിക്കാനായി മാത്രമുള്ള ഇടിയല്ലായിരുന്നു. അലക്സ് മാസങ്ങളായി തന്റെ ഉള്ളിൽ അടക്കിവെച്ച ദേഷ്യമായിരുന്നു പുറത്തു വന്നത്. തന്റെ ടയർ വർക്ക്ഷോപ്പിലേക്ക് തിരിച്ചു പറഞ്ഞയക്കും എന്ന് പറഞ്ഞ ആംഗ്ലേവിന്റെ 10 വർഷത്തെ തുടർ വിജയങ്ങൾക്കു മേലായിരുന്നു അലക്സിന്റെ ഓരോ എൽബോയും പതിച്ചത്. ഇൻസൾട്ടാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നത് അലക്സ് പുവാട്ടൻ പെരേരയുടെ കാര്യത്തിൽ കൃത്യമാണ്. UFC 320 മുൻപ് അലക്സിന് ആംഗ്ലേവിന്റെ ടീമിൽ നിന്നുള്ള കളിയാക്കൽ മാത്രമല്ലായിരുന്നു. ഒരു തോൽവി വന്നപ്പോൾ അയാളുടെ UFC-യിലെ നോക്കൌട്ട് വിജയങ്ങൾ വരെ ചോദ്യം ചെയ്യപ്പെട്ടു. UFC അയാൾക്ക് ഈസി ഫൈറ്റ്സ് നൽകി ഉയർത്തിക്കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞവരിൽ UFC ഫൈറ്റേഴ്സ് വരെ ഉൾപ്പെടുന്നു. ആംഗ്ലേവിനെതിരെയുള്ള റീമാച്ചിൽ അലക്സിന് എന്തെങ്കിലും സാധ്യത കൽപ്പിച്ചവർ പോലും വളരെ ചുരുക്കമായിരുന്നു. 38 വയസ്സ് കഴിഞ്ഞ സ്ലോ ആയ കിക്ക് ബോക്സർ അലക്സിന് ആംഗ്ലേവിനെതിരെ ഒരു സാധ്യതയുമില്ലെന്നാണ് വിലയിരുത്തലുകൾ വന്നത്. ഇത്തവണ അലക്സ് നോക്കൌട്ട് ആകുമെന്ന് കരുതിയവരായിരിക്കും അധികവും. പക്ഷേ തന്നെ കളിയാക്കിയവർക്കും എഴുതിത്തള്ളിയവർക്കുമെല്ലാം ആദ്യ റൗണ്ടിന്റെ ആദ്യ നിമിഷം തന്നെ അലക്സ് മറുപടി കൊടുത്തു. അതും തന്റെ കരിങ്കല്ലിന്റെ കരുത്തുള്ള കൈകൊണ്ട് ആംഗ്ലേവിനെ നോക്കൌട്ട് ചെയ്തുകൊണ്ട്. അലക്സിന് ഈ ഇൻസൾട്ടുകൾ പുതുമയൊന്നുമല്ല. ഇന്നീ കാണുന്ന നിലയിൽ എത്തുന്നതിന് കാരണഭൂതനായത് ഇസിയുടെ 2018 ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അന്ന് അലക്സിന്റെ പഴയ എതിരാളിയും UFC-യിലെ ഏറ്റവും വലിയ സ്റ്റാറുമായിരുന്ന അഡസാനിയ അലക്സിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: അവനിപ്പോൾ ഏതെങ്കിലും ബാറിൽ എന്നെ ചൂണ്ടിക്കാട്ടി ഇവനെ ഞാൻ പണ്ട് തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും. അവനെ ആളുകൾ അറിയുന്നത് പോലും എന്റെ ഫൈറ്റിന്റെ പേരിലായിരിക്കുമെന്ന് അഡസാനിയ പറഞ്ഞു. അന്ന് അഡസാനിയ പറഞ്ഞതുപോലെ ആ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അലക്സ് ബാറിൽ തന്നെയായിരുന്നു. പക്ഷേ ഇസിയുടെ വാക്കുകൾ ഒരിക്കലും അയാളെ തളർത്തുകയല്ല ചെയ്തത്. പകരം അയാൾക്കുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന വാശിയെ ഉണർത്തുകയായിരുന്നു. ആ ഇന്റർവ്യൂ കേട്ടതിലൂടെ അയാളുടെ ജീവിതം മാറിമറിയാൻ പോവുകയായിരുന്നു. ഇസിയുടെ വാക്കുകൾ ഒരു തീപ്പൊരിയായി വന്നു വീണപ്പോൾ അലക്സ് ചിന്തിച്ചു. ചെറുപ്പത്തിലെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന സഹോദരൻ നഷ്ടപ്പെട്ടു. പട്ടിണിയിലായിരുന്നു ബാല്യം. പട്ടിണിയിൽ നിന്നും കരകയറുവാൻ തുടങ്ങിയ ടയർ വർക്ക്ഷോപ്പിലെ ജോലി മദ്യത്തിന് അടിമയാക്കി. പക്ഷെ അതേ മദ്യം കിക്ക് ബോക്സിംഗിലേക്ക് അടുപ്പിച്ചു. ഒപ്പം തന്റെ കുടുംബ വേരുകൾ ബ്രസീലിന്റെ പുരാതന ട്രൈബുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി. തന്റെ സ്റ്റോൺ ഹാൻഡ്സ് കൊണ്ട് കിക്ക് ബോക്സിംഗിൽ നേടാവുന്നതെല്ലാം നേടിയെടുത്തു. ടെക്നിക്കലി ബെസ്റ്റ് എന്ന് എല്ലാവരും കരുതിയിരുന്ന അഡസാനിയെ വരെ ഇടിച്ചു വീഴ്ത്തി. എങ്കിലും തന്റെ കഴിവിനെ വേണ്ട വിധം പ്രയോജനപ്പെടുത്താതെയുള്ള ജീവിതമായിരുന്നു ഇതുവരെയുള്ളതെന്നത് അവനെ കുറ്റബോധത്തിന് അടിമയാക്കി. അയാളെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു. അലക്സ് ഒരിക്കലും ഏറ്റവും ഫാസ്റ്റസ്റ്റ് അല്ലെങ്കിൽ ടെക്നിക്കലി പെർഫെക്റ്റ് ആയ ഫൈറ്റർ ആയിരുന്നില്ല. പക്ഷേ എതിരാളികളെ ഒരിക്കലും അയാൾ ഭയപ്പെട്ടിരുന്നില്ല. തന്റെ പൂർവികർ ഓരോ ഫൈറ്റിലും തന്റെ രക്ഷയ്ക്കുണ്ടാകുമെന്ന് അലക്സ് വിശ്വസിച്ചു. ഒപ്പം അയാളുടെ മുഷ്ടികൾ കൊണ്ട് ഒന്ന് തൊട്ടാൽ എതിരാളി നിലംപരിശാകുന്ന ശക്തിയും. MMA-യിൽ ഇതിനു മുമ്പ് 3 ഫൈറ്റുകളിൽ മാത്രം പങ്കെടുത്തിട്ടുള്ള അലക്സ് 2018 ഡാന വൈറ്റ് കണ്ടൻഡർ സീരീസിലൂടെ UFC-യിലെത്താൻ ഒരു ശ്രമം നടത്തി നോക്കി. എന്നാൽ നിർഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല. അങ്ങനെ വർഷങ്ങൾ 2-3 കടന്നുപോയപ്പോൾ അലക്സ് പെരേര UFC-യിലേക്ക് എത്താൻ തന്നെക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഇതിനിടയിൽ ഒരു MMA ഫൈറ്റിലും അയാൾ പങ്കെടുത്തുകൊണ്ട് നോക്കൌട്ട് വിജയം നേടി. 2021 ആയപ്പോൾ അലക്സിന് UFC-യിൽ നിന്നും വിളി വന്നു. അന്ന് അയാളുടെ പ്രായം 34. ഒട്ടുമിക്ക ഫൈറ്റേഴ്സും തങ്ങളുടെ കരിയർ അവസാനിപ്പിക്കാൻ സാധ്യതയുള്ള പ്രായത്തിൽ അല്പം പോലും റെസ്ലിംഗ് എക്സ്പീരിയൻസോ MMA-യിലെ എലൈറ്റ് ഫൈറ്റേഴ്സിന് നേരിട്ട് പരിചയമോ ഇല്ലാതെ അലക്സ് UFC-യിലേക്ക് എത്തി. കിക്ക് ബോക്സിംഗിൽ ലൈറ്റ് ഹെവി വെയ്റ്റിൽ മത്സരിച്ചിരുന്ന അലക്സ് UFC-യിൽ മിഡിൽ വെയ്റ്റ് തെരഞ്ഞെടുത്തത് അഡസാനിയെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമായിരുന്നു. ഈ സമയം അഡസാനിയെപ്പറ്റി UFC ചരിത്രത്തിലെ ഏറ്റവും മികച്ച മിഡിൽ വെയ്റ്റ് ചാമ്പ്യൻ എന്ന നിലയിൽ എല്ലാവരും സംസാരിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ വെറുമൊരു കിക്ക് ബോക്സറായ അലക്സിന് MMA-യിൽ വന്ന് അഡസാനിയെ എന്ത് ചെയ്യാനാകുമെന്ന് ചോദ്യങ്ങൾ ഉയർന്നു. 1-2 മത്സരങ്ങൾ വിജയിക്കുക എന്നതിനപ്പുറം ടോപ്പ് 10-ൽ ആരെയും തോൽപ്പിക്കാൻ പോലും പറ്റില്ലെന്നാണ് കടുത്ത ഫാൻസ് ഉൾപ്പെടെ എല്ലാവരും കരുതിയിരുന്നത്. അങ്ങനെ 2021 നവംബർ 6 മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ തിങ്ങി നിറഞ്ഞ കാണികൾക്ക് മുൻപിൽ UFC 268 തന്റെ ആദ്യ ഫൈറ്റിനായി അലക്സ് വോക്കൌട്ട് ചെയ്തത് പൗരാണിക ഗോത്ര പോരാളികൾ യുദ്ധത്തിന് മുന്നോടിയായി വരുന്നത് പോലെയായിരുന്നു. സാങ്കല്പികമായി ഒരു വില്ല് കുലച്ചുകൊണ്ട് നടന്നു വന്നു നിന്നു. അതിനുശേഷം ഒക്ടഗണിൽ നിൽക്കുന്ന തന്റെ എതിരാളിക്ക് നേരെ അമ്പെയ്യുന്നത് പോലെ കാണിച്ചു. അതൊരു സൂചനയായിരുന്നു. വേട്ട തുടങ്ങുകയാണ് എന്ന സൂചന. ട്രൈബൽ സോങ്ങിന്റെ താളത്തിൽ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലാതെ ഒക്ടഗണിലേക്ക് നടന്നു കയറിയ അലക്സ് പെരേരയുടെ കണ്ണുകളിൽ ഒരു തീഷ്ണത കാണാമായിരുന്നു. അയാളുടെ വോക്കൌട്ട് മുതൽ ആദ്യത്തെ നോക്കൌട്ട് വരെ കണ്ടുനിന്നവരിൽ കൗതുകമായിരുന്നു. ഇതുപോലെയൊന്ന് ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. ബ്രൂണോ സിൽവയ്ക്കെതിരെയുള്ള അടുത്ത ഡിസിഷൻ വിജയത്തിന് ശേഷം അലക്സിന്റെ എതിരാളിയായി വന്നത് 6 തുടർ വിജയങ്ങളുമായി UFC ഗോൾഡിലേക്ക് അടുത്തുകൊണ്ടിരുന്ന ഷോൺ സ്ട്രിക്ലൻഡ്
സ്ട്രിക്ലൻഡ് ആയിരുന്നു. തന്നെക്കാൾ എക്സ്പീരിയൻസ് കൂടുതലുള്ള ഷോൺ സ്ട്രിക്ലൻഡിനെ ഒരു അമേച്ചർ ഫൈറ്ററിനെ നേരിടുന്ന ലാഘവത്തിൽ അലക്സ് നോക്കൌട്ട് ചെയ്തു. അലക്സിന്റെ ലെഫ്റ്റ് ഹുക്കിന്റെ കരുത്ത് അന്ന് ആളുകൾ നേരിട്ട് കണ്ടു. അയാളുടെ മൂവ്മെന്റ് അത്ര വേഗത്തിലല്ലെങ്കിലും വളരെ കണക്കുകൂട്ടിയുള്ളതാണ്. മുൻപോട്ട് പോകുമ്പോൾ എതിരാളിയുടെ പ്രതിരോധത്തിലെ ഒരു ചെറിയ പിഴവ് കണ്ടാൽ മതി ആ ലെഫ്റ്റ് ഹുക്ക് ലാൻഡ് ചെയ്ത് കളി അവസാനിപ്പിക്കാൻ. UFC-യിൽ ജോയിൻ ചെയ്ത് കൃത്യം 1 വർഷമാകുമ്പോൾ അലക്സിന് അഡസാനിയ എന്ന ചാമ്പ്യനെ നേരിടാൻ അവസരം കൈവരുന്നു. അഡസാനിയയ്ക്ക് തന്റെ തോൽവികൾക്ക് കണക്ക് തീർക്കുവാനുള്ള അവസരമായിരുന്നു. എന്നാൽ അലക്സിന് അഡസാനിയെ തോൽപ്പിച്ച ഏതോ ഒരു ഫൈറ്റർ മാത്രമല്ല താനെന്നും തനിക്ക് ആരെയും തോൽപ്പിക്കാനാവുമെന്നും തെളിയിക്കുവാനുള്ള അവസരമായിരുന്നു അത്. UFC 281 ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനു മുൻപിൽ അഡസാനിയും പെരേരയും മുഖാമുഖം വന്നു നിന്നു. 2 പഴയ ശത്രുക്കൾ. UFC-യുടെ കണക്കുകൂട്ടലിൽ അഡസാനിയുടെ വിജയം മാത്രമായിരുന്നു അവർക്ക് മുൻപിൽ. എന്നാൽ UFC-യുടെ കണക്കുകൂട്ടലുകൾ തിരുത്തി എഴുതുവാനായിരുന്നു അലക്സ് വന്നത്. ഫൈറ്റ് തുടങ്ങിയപ്പോൾ മിന്നുന്ന ഫുട്വർക്കും കൗണ്ടർ സ്ട്രൈക്കിങ്ങുകളുമായി അഡസാനിയ ആദ്യ 3 റൗണ്ടുകളും സ്വന്തമാക്കി. അതൊരു സാധാരണ ഈസി ഫൈറ്റ് മാത്രമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 4ാം റൗണ്ടിൽ അലക്സ് തിരിച്ചടിക്കാൻ തുടങ്ങി. തന്റെ പുസ്തകത്തിൽ ഈ വിജയം നേരത്തെ എഴുതി ചേർത്തിരുന്നതുകൊണ്ടാവും അലക്സ് 5ാം റൗണ്ടിലേക്ക് എത്തിയത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെയായിരുന്നു. 5ാം റൗണ്ട് അല്പം മുൻപോട്ട് പോയപ്പോൾ പെട്ടെന്ന് അലക്സിന്റെ ഒരു ലെഫ്റ്റ് ഹുക്ക് അഡസാനിയയ്ക്കുമേൽ പതിച്ചു. പിന്നെ ഒരു റൈറ്റ്. ആ മത്സരം റഫറി ഒരു TKO വിജയമായി അലക്സിന്റെ പേരിൽ വിധി എഴുതിയപ്പോൾ തകർന്നത് മിഡിൽ വെയ്റ്റിൽ അഡസാനിയുടെ തോൽവി അറിയാതെയുള്ള കുതിപ്പിനായിരുന്നു. തന്നെ ഇൻസൾട്ട് ചെയ്ത ഇസിയെ അയാളുടെ തട്ടകത്തിൽ കയറി ഇത്തവണയും തോൽപ്പിച്ചപ്പോൾ ആ റൈവൽറിയിൽ അലക്സ് 3-0 മുൻപിലായി. അലക്സിന്റെ വിജയത്തിൽ ഞെട്ടിയ UFC പക്ഷേ പെട്ടെന്നൊരു റീമാച്ച് ഇസിക്കു നൽകി. ആ മത്സരത്തിൽ അലക്സ് പെരേരയെന്ന തനിക്കൊരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് എല്ലാവരും വിധിയെഴുതിയ ആ മനുഷ്യനെ അഡസാനിയെ കീഴടക്കി. അതും അലക്സിന്റെ കരിയറിലെ ആദ്യത്തെ നോക്കൌട്ട് തോൽവി സമ്മാനിച്ചുകൊണ്ട്. ഇസിയോടുള്ള വൈരം താൽക്കാലികമായി അവസാനിപ്പിച്ചുകൊണ്ട് അയാൾ UFC ലൈറ്റ് ഹെവി വെയ്റ്റിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. UFC-ക്ക് ഇപ്പോൾ അഡസാനിയുടെ വാക്കുകൾ കൊണ്ട് ലഭിച്ചിരിക്കുന്നതൊരു സൂപ്പർ സ്റ്റാറിനെയാണ്. അതവർ നന്നായി മുതലാക്കുകയും ചെയ്തു. യാൻ ബ്ലാഹോവിച്ചിനെ തോൽപ്പിച്ചുകൊണ്ട് ലൈറ്റ് ഹെവി വെയ്റ്റിൽ അരങ്ങേറിയ അലക്സിനെ ജിറിയെ തോൽപ്പിച്ചുകൊണ്ട് ചാമ്പ്യനാകുവാൻ 4 മാസങ്ങൾ പോലും വേണ്ടി വന്നിരുന്നില്ല. 2021 4 MMA മത്സരങ്ങളിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് UFC-യിലെത്തിയ അലക്സ് വെറും 2 വർഷങ്ങൾ കൊണ്ട് അവിടെ 2 ഡിവിഷൻ ചാമ്പ്യനായി മാറി. പിന്നീട് തനിക്ക് മുൻപിൽ വന്നവരെയെല്ലാം നോക്കൌട്ട് ചെയ്തുകൊണ്ട് അലക്സ് പെരേര UFC-യുടെ നെറുകയിലെത്തി. എന്നാൽ 10 വർഷമായി UFC-യിൽ തോൽവികളില്ലാത്ത ആംഗ്ലേവ് നമ്പർ 1 കണ്ടൻഡറായി വന്നപ്പോൾ ആളുകൾ സംശയിച്ചു, ഒരു ഡാഗസ്താനിക്കെതിരെ അലക്സ് എങ്ങനെ ഫൈറ്റ് ചെയ്യും? റസ്ലിംഗ് അലക്സിന്റെ വീക്ക് പോയിന്റ് ആയിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും യാൻ ബ്ലാഹോവിച്ചിന്റെ റസ്ലിംഗ് മറികടന്നായിരുന്നു അയാൾ ജയിച്ചതെന്ന കാര്യം എല്ലാവരും മറന്നിരുന്നു. ഒരുപാട് ട്രാഷ് ടോക്കുകൾക്കും സംഭവ വികാസങ്ങൾക്കും ശേഷം UFC 313-ൽ ഇരുവരും ഒക്ടഗണിലേക്ക് എത്തുമ്പോൾ അലക്സ് പെരേരയിൽ എന്തോ നഷ്ടപ്പെട്ട ഫീൽ അനുഭവപ്പെട്ടിരുന്നു. അയാളുടെ മൂവ്മെന്റിൽ ഒട്ടും കോൺഫിഡൻസ് കാണാനായിരുന്നില്ല. സാധാരണ എതിരാളിയെ ഒട്ടും വകവെക്കാതെ മുൻപോട്ട് പോകുന്ന അലക്സിനെ ഇവിടെ കാണാനേ സാധിച്ചില്ല. അലക്സ് പുറകോട്ട് പോയി ഫൈറ്റ് ചെയ്തപ്പോൾ ആംഗ്ലേവ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുകയും വിജയിക്കുകയും ചെയ്തു. അലക്സിന്റെ UFC-യിലെ ആദ്യത്തെ ഡിസിഷൻ തോൽവിയായിരുന്നു അത്. അന്ന് ഒക്ടഗണിൽ ഫൈറ്റ് ചെയ്യാനായി വന്നത് അലക്സ് പെരേരയാണെന്ന് പോലും ആർക്കും വിശ്വസിക്കാനായില്ല. അലക്സ് ഒക്ടഗണിൽ നിന്നും തലകുനിച്ചിറങ്ങുമ്പോൾ ഡാഗസ്താനി വിജയങ്ങളുടെ വീരഗാഥയിൽ ഒന്നുകൂടി എഴുതി ചേർക്കപ്പെട്ടു. ആ ഒരൊറ്റ തോൽവിയോടെ ആളുകൾ അലക്സിന്റെ ഓറ നഷ്ടപ്പെട്ടെന്നും അയാളുടെ വോക്കൌട്ട് പോലും ഒട്ടും ഇംപ്രസീവ് ആയിരുന്നില്ലെന്നും പറഞ്ഞു. മറ്റു ചിലർ അലക്സ് ഒരിക്കലും ഒരു മികച്ച ഫൈറ്റർ പോലും ആയിരുന്നില്ലെന്ന് പറഞ്ഞു വെച്ചു. പക്ഷെ അലക്സിന്റെ ഉള്ളിലെ ഫൈറ്ററിനെ ആ തോൽവിക്ക് ഒന്നും ചെയ്യാനായിരുന്നില്ല. അയാൾ റീമാച്ചിനായി UFC-യോട് സംസാരിച്ചു. UFC അത് സമ്മതിച്ചു. ഇതിനിടയിൽ അലക്സിനെതിരെ ആംഗ്ലേവും അയാളുടെ മാനേജർ അലി അബ്ദുൾ അസീസും നിരവധി അധിക്ഷേപങ്ങൾ ട്വിറ്ററിലൂടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അലക്സ് UFC ഇവന്റുകളിൽ പങ്കെടുക്കുന്നത് ഫ്രീയായി മദ്യം കിട്ടുന്നത് കൊണ്ടാണെന്ന് വരെ അവർ പറഞ്ഞു. ഡാഗസ്താൻ ഫൈറ്റേഴ്സിന്റെയും മാനേജേഴ്സിന്റെയും സ്വതസിദ്ധമായ പുച്ഛം അലക്സിന് സഹിക്കേണ്ടി വന്നു. ഇതിനൊക്കെയുള്ള മറുപടി ആംഗ്ലേവിന് ഒക്ടോബർ 5-ന് UFC 320-ൽ ഒക്ടഗണിൽ കൊടുക്കുമെന്ന് മാത്രമായിരുന്നു അലക്സിന്റെ മറുപടി. അലക്സ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. നിർവികാരനായി ഒക്ടഗണിലേക്ക് എത്തിയ അയാൾ ഫൈറ്റ് തുടങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ മുൻപോട്ട് കുതിച്ചു. കഴിഞ്ഞ തവണ എങ്ങനെയാണോ അയാളെ കണ്ടത് അതിന് വിപരീതമായി ഒട്ടും പിന്നിലേക്ക് പോകാതെ ഫുൾ പ്രഷറിൽ അയാൾ ഫൈറ്റ് ചെയ്യുവാൻ തുടങ്ങി. വെറും 1 മിനിറ്റ് മാത്രമേ അലക്സിന് ആംഗ്ലേവിനെ നോക്കൌട്ട് ചെയ്യാൻ വേണ്ടി വന്നുള്ളൂ.
ആംഗ്ലേവിന്റെ റെസ്ലിംഗും ഷാർപ്പ് സ്ട്രൈക്കിങ്ങും ഒന്നും അയാളെ ആ നൊക്കൌട്ടിൽ നിന്നും രക്ഷിച്ചില്ല. അലക്സ് ഒക്ടഗണിൽ വിജയം ആഘോഷിക്കുമ്പോൾ UFC-യിൽ കുറിച്ചത് പുതിയൊരു അധ്യായമാണ്. വെറും 4 വർഷം കൊണ്ട് 3 തവണ ചാമ്പ്യനായ ഫൈറ്റർ, അതും 2 വെയിറ്റ് ക്ലാസുകളിൽ. ഇനി അയാൾ 3ാമത്തെ വെയിറ്റ് ക്ലാസ്സിലേക്ക് പോകുവാനായി കണക്കുകൂട്ടുന്നു. അലക്സിന്റെ UFC വിജയം പഠിപ്പിക്കുന്നത് ആരെയും ഒരിക്കലും എഴുതിത്തള്ളരുത് എന്നാണ്. ഒരു പേപ്പർ ആണെങ്കിൽ പോലും ഒന്ന് കാറ്റടിച്ചാൽ ചിലപ്പോൾ ഉയരത്തിൽ പറന്നേക്കും. ഇംഗ്ലീഷ് പോലും അറിയാത്ത അലക്സ് ട്രാഷ് ടോക്കുകൾ കൊണ്ടല്ല ലോകം മുഴുവൻ ഫാൻസിനെ ഉണ്ടാക്കിയത്. അയാളുടെ ലെഫ്റ്റ് ഹുക്കും റൈറ്റ് ഹുക്കും ഡെഡ്ലി കിക്കും പിന്നെ നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ UFC ചാമ്പ്യനായ ഗ്ലോവർ ടെക്ഷീരിയെ റോൾ മോഡലാക്കി അലക്സ് 38ാമത്തെ വയസ്സിൽ UFC-യുടെ ഏറ്റവും വലിയ താരമായി തിളങ്ങുമ്പോൾ സ്വന്തം കഴിവിൽ വിശ്വാസവും തോറ്റുകൊടുക്കാത്ത ഒരു മനസ്സുമുണ്ടെങ്കിൽ നമുക്ക് എന്തും കീഴടക്കാമെന്ന് കാണിച്ചു തരുന്നു.